മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. പാലും തേനും ഒഴുകും വാഗ്ദത്ത കാനാൻ നാടേ, മാലിന്യമില്ല നല്ല ഭാഗ്യനാടേ, നല്ല ഭാഗ്യനാടേ. പാലും തേനും ഒഴുകും വാഗ്ദത്ത കാനാൻ നാടേ, മാലിന്യമില്ല നല്ല ഭാഗ്യനാടേ, നല്ല ഭാഗ്യനാടേ. മാലിന്യമില്ലാത്തവ പാപശാപങ്ങളില്ല, ചേലേഴും ഭക്തരിൻ വിശുദ്ധ നാടേ. മാലിന്യമില്ലാത്തവ പാപശാപങ്ങളില്ല, ചേലേഴും ഭക്തരിൻ വിശുദ്ധ നാടേ. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. ജീവജല നദിയിൽ തീരത്ത് ജീവതരു ജീവഫലങ്ങളുമായി നിന്നിടുന്നു, നിന്നിടുന്നു. ജീവജല നദിയിൽ തീരത്തു ജീവതരു ജീവഫലങ്ങളുമായി നിന്നിടുന്നു, നിന്നിടുന്നു. രാവില്ല വിളക്കിനി ആദിത്യ ശോഭ വേണ്ട, ദേവും വിശുദ്ധ നിത്യരാജാക്കളാ. രാവില്ല വിളക്കിനി ആദിത്യ ശോഭ വേണ്ട, ദേവും വിശുദ്ധ നിത്യരാജാക്കളാ. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. കണ്ണുനീർ തുടച്ചിടും ദൈവം തൻ കണ്ണിൽ നിന്ന് മണ്ണിലേക്കിന്നതകളില്ല വിണ്ണിൽ, പോയില്ല വിണ്ണിൽ. കണ്ണുനീർ തുടച്ചിടും ദൈവം തൻ കണ്ണിൽ നിന്ന് മണ്ണിലേക്കിന്നതകളില്ല വിണ്ണിൽ, പോയില്ല വിണ്ണിൽ. ദാഹം വിശപ്പുമില്ല, രോഗം മരണമില്ല, ആഹാ എന്തോരാനന്ദം പുണ്യനാടേ. ദാഹം വിശപ്പുമില്ല, രോഗം മരണമില്ല, ആഹാ എന്തോരാനന്ദം പുണ്യനാടേ. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തം, അതാണ് നമ്മുടെ ചിന്താ വിഷയം. വാഗ്ദത്തം
പ്രോമിസ്. ദൈവം വാഗ്ദത്തം തരികയാണ്. വാഗ്ദത്തം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. എഫെസ്യ ലേഖനം 1:14 വായിക്കാം. ഗലാത്യർ 3:21 വായിക്കാം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന ദിവസം ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. ശിഷ്യന്മാരോട് കർത്താവ് നേരിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു കാര്യം, പിതാവ് തന്ന വാഗ്ദത്തത്തെക്കുറിച്ച്. ആ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. പിതാവ് എനിക്ക് നിങ്ങളോട് പറയാൻ തന്നതായ ആ തിരുവചനത്തിൽ കൂടി നിങ്ങൾ ലഭിക്കുന്നതായ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. വാഗ്ദത്തം വായിക്കാം. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴടച്ചു കളഞ്ഞു. വാഗ്ദത്തം, വിശ്വാസത്താൽ വാഗ്ദത്തം ലഭിക്കും. വാഗ്ദത്തം, ദൈവം തരുന്ന വാഗ്ദത്തം. 3-ാമതൊരു വാക്യം കൂടി വായിക്കാം. 3-ാമത്തേത് വാഗ്ദത്തം എഫെസ്യ ലേഖനം 1:14. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഏതാണ് വാഗ്ദത്തം? പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം. പരിശുദ്ധാത്മാവ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിന് ലഭിച്ചാൽ വലിയൊരു സംതൃപ്തി. വേറൊന്നും വേണ്ട. നിങ്ങളുടെ കടത്തിൻ്റെ ഭാരം മാറും, രോഗത്തിൻ്റെ ആകുലം മാറും, വീട്ടിലെ പ്രശ്നങ്ങൾ മാറും, നിങ്ങളുടെ കുടുംബത്തിലെ വഴക്കുകൾ മാറും, ഹൃദയത്തിലെ അസ്വസ്ഥതകൾ മാറും, നിങ്ങളുടെ ദുശീലങ്ങൾ മാറും. പരിശുദ്ധാത്മാവ് വന്നാൽ വാഗ്ദത്തം. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നാം കഴിഞ്ഞ ചില അവസരങ്ങളായിട്ട് ചിന്തിച്ചു. നിത്യജീവൻ എന്ന വാഗ്ദത്തം, സ്വാതന്ത്ര്യം എന്ന വാഗ്ദത്തം, അതിനോട് നാം ചിന്തിച്ചു കഴിഞ്ഞതാണ്. ദൈവം തന്ന വാഗ്ദത്തങ്ങളാണ്. നിത്യജീവൻ വാഗ്ദത്തമാണ്. സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, രോഗത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, പിശാചിൽ നിന്ന് സ്വാതന്ത്ര്യം, ശാപങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം. അതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന അനുഗ്രഹങ്ങളാണ്. ഇന്ന് നാം പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തത്തെക്കുറിച്ചാണ് ചിന്തിച്ചു തുടങ്ങിയതാണ്. ഇത് തുടർന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കണം നിങ്ങൾ. കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ വെറുതെ ഒരു പ്രസംഗമായിട്ടിരിക്കുകയല്ലോ, നിനക്കറിയാമല്ലോ. എനിക്ക് ഇന്ന് പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ തരണം. പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ എനിക്ക് തരണം. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഉള്ളു തുറന്ന് നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുമോ? പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണം. എൻ്റെ ആകുലങ്ങൾ അകറ്റുന്ന, എൻ്റെ ദുരിതങ്ങൾ മാറ്റുന്ന, എൻ്റെ പാപാവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം തരുന്ന, എൻ്റെ ദുശീലങ്ങൾ മാറ്റിത്തരുന്ന കരുണയുള്ള കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ശക്തി എൻ്റെ മേലിൽ നിന്ന് ഇറങ്ങണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണം. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ എന്തെല്ലാം ചെയ്യണമെന്ന് നാം ചിന്തിച്ച് തുടങ്ങിയതാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള 2 കാര്യങ്ങൾ കണ്ടു. ഒന്ന് വായിക്കാം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ജീവജലത്തിൻ്റെ നദികൾ ഒഴുകണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്ക് ആത്മാവ് ലഭിക്കും. വിശ്വസിക്കുക 1, ദാഹിക്കുക 2, മൂന്നാമത്തേത് അവനത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് ആത്മാവ് ലഭിക്കും. വിശ്വസിക്കുന്നവർക്കാണ് ആത്മാവ് ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ പലരും ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും വിശ്വാസം വരുന്നില്ല. എന്താണ് വിശ്വാസം? യേശുക്രിസ്തു ജീവിക്കുന്നുള്ളതായി വിശ്വാസം, എന്നെ യേശുക്രിസ്തു കാണുന്നുള്ളതായി വിശ്വാസം, എൻ്റെ പ്രശ്നം യേശു അറിയുന്നുള്ളതായി വിശ്വാസം, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ യേശു ശക്തനാണെന്നുള്ള വിശ്വാസം, യേശുക്രിസ്തുവിൻ്റെ ആർദ്രത എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസം, എന്നോട് മനസ്സിലിഞ്ഞ് കർത്താവ് എൻ്റെ വേദന കാണുന്നുള്ളതായി വിശ്വാസം, എൻ്റെ ദുരിതങ്ങൾ കർത്താവ് കാണുന്നുണ്ടെന്നുള്ള വിശ്വാസം, യേശുക്രിസ്തു എൻ്റെ യാതനകൾ കണ്ട് മാറി നിന്ന് അലക്ഷ്യമായി നിൽക്കുന്നവനല്ല, എൻ്റെ വേദന കണ്ട് എൻ്റെ അരികിലേക്ക് അണഞ്ഞു വന്ന് എൻ്റെ വേദനകൾ മാറ്റിത്തരുന്ന ദൈവമാണ്. വിശ്വസിക്കുക. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നീറുന്ന നൊമ്പരങ്ങളുണ്ട്. ഉമിത്തി നീറുന്ന പോലെ നീറിക്കൊണ്ടിരിക്കുന്നു. ഒരു പരിഹാരം കാണുന്നില്ല, ഒരു പോംവഴിയും കാണുന്നില്ല.
എന്തു വേണ്ടു? ദൈവത്തിന് സ്തോത്രം. എന്താ വേണ്ടത്? ഒരു സമാധാനം കിട്ടുന്നില്ല, മനസ്സമാധാനം കിട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അനേകരുടെ ഹൃദയത്തിൽ ഇന്ന് നീറുന്ന ഓർമ്മകളാണ്. ഹൃദയത്തിൽ വ്രണങ്ങൾ, ഹൃദയത്തിൽ ചില മുറിവുകൾ, ഹൃദയത്തിൽ. ചിലപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്ത് നന്നായി തെറ്റ് ഒരു മുറിവായിട്ടൊരു കിടപ്പുണ്ടാകും. ചെറുപ്പകാലത്ത് നല്ല കാര്യമൊന്നും ഇല്ലാത്ത കാലത്ത് ചില അരുതായികൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് മുറിവുകൾ ഹൃദയത്തിൽ പേറുന്നുണ്ടായിരിക്കും. ചില അരുതാത്ത ബന്ധങ്ങൾ, ചില അരുതാത്ത കൂട്ടുകെട്ടുകൾ, ചില അരുതാത്ത ശീലങ്ങൾ, അതെല്ലാം നമ്മുടെ ഉള്ളത്തിലുണ്ട്. അതെല്ലാം ഓരോ ബന്ധനങ്ങളാണ് താനും. ഈ ബന്ധനങ്ങൾ എല്ലാം കാണുന്ന ക്രിസ്തു അതെല്ലാം കണ്ടിട്ടും എന്നെ സ്നേഹിക്കുന്നുള്ളതായി വിശ്വാസം. എൻ്റെ ജീവിതത്തിലെ ഏതെല്ലാം തരത്തിലുള്ള ബന്ധനങ്ങളാണ് ഉള്ളത് അതെല്ലാം മാറ്റിത്തരാൻ ക്രിസ്തുവിന് കഴിയുമെന്നുള്ള വിശ്വാസം. വിശ്വസിക്കുന്നവർക്കാണ് അത് ലഭിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് ആത്മാവിന് ലഭിക്കും. ദാഹിക്കുന്നവർക്ക് ആത്മാവിന് ലഭിക്കും. ദാഹിക്കണം, ആത്മാവിന് വേണ്ടി ദാഹിക്കണം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുമ്പോൾ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. 63 സങ്കീർത്തനം 1-ാമത്തെ വാക്യവും 42-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം വായിക്കാം. ദൈവമേ നീ എൻ്റെ ദൈവം, ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നു. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത്, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. എൻ്റെ ശരീരവും നിനക്കായി കാംക്ഷിക്കുന്നു. കർത്താവേ, എൻ്റെ ഈ ശരീരം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പാപം നശിപ്പിച്ചു കളഞ്ഞ ഒരു ശരീരമാണ് എൻ്റേത്. കർത്താവേ, ചീത്ത ചിന്തകളുള്ള ശരീരമാണ് എൻ്റേത്. കർത്താവേ, ചിലരോടുള്ള നീരസമോ കയ്പോ വിദ്വേഷമോ ഉള്ള ഒരാളത്വമാണ് എൻ്റേത്. ഈ ശരീരം അതങ്ങനെയുള്ളതാണ്. കർത്താവേ, പകയും പ്രതികാര ചിന്തയുമുള്ള ഒരു ഹൃദയമാണ് എൻ്റേത്. പലതരത്തിലുള്ളതായ തെറ്റുകൾ വീണുപോയൊരു ജീവിതമാണ് എൻ്റേത്. ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നു. ഞാൻ അധികാലത്തെ നീ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തിൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. പ്രഭാതസ്കാരത്തിൽ നിന്ന് ചൊല്ലുന്നതാണത്. എൻ്റെ ഉള്ള നിനക്കായി കാക്ഷിക്കുന്നു, ദാഹിക്കുന്നു. ദൈവത്തിന് വേണ്ടിയുള്ളതായ ദാഹം നമ്മുടെ ജീവിതത്തിൽ നാം ഈ ആത്മാവിന് വേണ്ടിയുള്ളതായ ദാഹം നമുക്ക് വരുമ്പോഴാണ് കർത്താവ് തരുന്നത്. 42-ാം സങ്കീർത്തനം 1-ാം വാക്യം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ദൈവത്തോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ദാഹം, ആത്മാവിന് വേണ്ടിയുള്ളതായ ദാഹം. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് ആത്മാവിന് ലഭിക്കും. ദാഹിക്കുന്നവർക്ക് ആത്മാവിന് ലഭിക്കും. ദാഹിക്കണം. ഏറെ നേരമായി ദാഹിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളമില്ലാത്ത മരുഭൂമിയിൽ കൂടി നടക്കുകയാണ്. വെള്ളമില്ല. പക്ഷേ ഇതാ ഒരു നീർവ കാണുന്ന എന്തൊരാശ്വാസം. ഓടിച്ചെന്നാൽ വെള്ളം കോരി കുടിക്കുന്നു. ആ വെള്ളം കൈക്കുമ്പിളെടുത്ത് കുടിക്കുന്നു. ദാഹിച്ച് വലഞ്ഞു വരികയായിരുന്നു. വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ, മാൻ നീർത്തോടുകളിൽ ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ദൈവത്തെ കിട്ടാതെ സ്നേഹിതരെ നമുക്ക് സംതൃപ്തി കിട്ടുകയില്ല. ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലേക്ക് വരാതെ നമുക്ക് സമാധാനം കിട്ടുകയില്ല. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലേക്ക് വരണം. അതാണ് നാം ആഗ്രഹിക്കേണ്ടത്. അതാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. യേശു ക്രിസ്തു എൻ്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരണം. എൻ്റെ ഈ മനുഷ്യ ശരീരത്തിലേക്ക് യേശു ക്രിസ്തു എഴുന്നള്ളി വരണം. ഈ ശരീരത്തിൽ, ഈ ഹൃദയത്തിൽ, എൻ്റെ ഈ തലച്ചോറിൽ, എൻ്റെ ഈ ചിന്താമണ്ഡലത്തിൽ, എൻ്റെ വികാര പ്രപഞ്ചത്തിൽ യേശു എഴുന്നള്ളി വരണം. കർത്താവേ നീ എഴുന്നള്ളി വരണമേ. അങ്ങനെ കർത്താവിനെ നിങ്ങൾ വിളിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ അടുത്ത നാളുകളിൽ ഞാൻ ചിന്തിച്ചതാണ്, കിട്ടിയതും പോരാ കർത്താവേ, പോരാ. ആത്മാവിന് കിട്ടിയതും പോരാ. ഇതുകൊണ്ടൊന്നും ആവില്ല. ദൈവത്തിന് സ്തോത്രം. കാലങ്ങൾ മുന്നോട്ട് പോകുന്നു. കർത്താവേ, ഇനി എത്ര കാലമുണ്ട്? ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ആത്മാവിന് നിറവോടെ പ്രാപിക്കണം. ഇനിയും ആത്മാവിന് വേണം. പോരാ കർത്താവേ, പോരാ. ആത്മാവിന് വേണ്ടിയുള്ളതായ ഒരു ദാഹം നമുക്ക് വരണം. ആത്മാവിന് വേണ്ടിയുള്ളതായ ആർത്തി നമുക്ക് വരണം. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ളതായ ആർത്തി വരണം. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ളതായ ദാഹം വരണം. അനേകരിന്ന് ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നില്ല. നാം ഓരോ കാര്യങ്ങൾ, രോഗം മാറണം, പരീക്ഷ പാസ്സാകണം, IELTS പാസ്സാകണം, അല്ലെങ്കിൽ OET പാസ്സാകണം, അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലി കിട്ടണം, ഉയർന്ന പഠനം വേണം, ഇതൊക്കെ ആഗ്രഹിക്കുന്നു. നല്ലതാണ്. ആഗ്രഹമൊക്കെ നല്ലത് തന്നെയാണ്. അതെല്ലാം റിസൾട്ടാണ്. എന്നാൽ അതിൻ്റെ ഒറിജിൻ എന്താണ്? നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. ആ ഒരു ശരിയായ അടിസ്ഥാനം ഉണ്ടെങ്കിൽ മറ്റതെല്ലാം പിന്നാലെ വന്നുകൊള്ളും. ഇപ്പോൾ കടം മാറണം. പലർക്കും കടമുണ്ടല്ലോ. കടഭാരത്തിൽ
നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ അനേകർ കടത്തിൽ വലയുന്നവരുണ്ട്. കർത്താവേ എൻ്റെ കടം മാറ്റി തരണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, അതല്ല പ്രാർത്ഥനാ വിഷയം. കർത്താവേ എന്നെ മുഴുവനായി നീ എടുക്കണമേ, ഈ ആയുസ് മുഴുവനായി നീ എടുക്കണമേ, എൻ്റെ ഈ പാപമയമായ ജീവിതത്തിൻ്റെ കരങ്ങളെടുത്ത് തന്നെ വിശുദ്ധീകരിക്കണമേ, കറ തീർന്നൊരു ജീവിതം നയിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. പാപത്തിൻ്റെ കണിക പോലേശാത്തൊരു ജീവിതം, പൈശാചികൻ ഒരു കാരണവശാലും എന്നെ അവകാശം പറയാത്തൊരു ജീവിതം അതെനിക്ക് തരണം. അങ്ങനെ നാം ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം പിന്നാലെ വന്നുകൊള്ളും. അതിൻ്റെ റിസൾട്ടാണ്, കോൺസിക്വൻസാണ്. മനസ്സാകുന്നു ഞാൻ പറയുന്നത്? മനസ്സാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നാം അടിത്തറയില്ലാതെ പണിതിട്ട് കാര്യമില്ല. അടിത്തറ എന്താണ്? ക്രിസ്തു. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ വേണ്ടതെല്ലാം ക്രിസ്തു തന്നുകൊള്ളും. വേണ്ടത് എന്തെല്ലാമാണ് നമുക്ക് വേണ്ടത്? ആവശ്യമുള്ളതെല്ലാം തരും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വഴി നാം മുഹൂർത്തപ്പെടട്ടെ. ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ കർത്താവ് എല്ലാം മനോഹരമാക്കി തീർത്തു തരും. എന്തെല്ലാം വേണം? വിവാഹം നടക്കേണ്ട സമയമായി. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു 3 പേര് അവിവാഹിതരാണ് സ്ത്രീകൾ. 36, 33, 30 വയസ്സും അങ്ങനെ ഏതാണ്ട് പറഞ്ഞത്. 3 അവിവാഹിതരാണ്. വിവാഹം നടന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം, വിവാഹം നടന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്താ വിവാഹം നടക്കുമോ സംശയം. പാരമ്പര്യപ്പെട്ടിരിക്കുന്നു. ആരുമാകട്ടെ പ്രിയപ്പെട്ടവരെ, വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. ഒരു നല്ല ഇണയാളെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ദുശീലങ്ങളില്ലാത്തൊരു ചെറുപ്പക്കാരന് ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഇല്ല. ഓരോരുത്തരുടെ ജീവിതം നോക്കുമ്പോൾ വിവാഹം വേണ്ട എന്ന് പോലും തോന്നിപ്പോകും. ചിലരുടെ ജീവിതത്തെ യാതന കാണുമ്പോൾ ഭർത്താവ് എന്നും മദ്യപിച്ച് മത്തനായി വന്ന് ഭാര്യയെ കഠിനമായി ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ വേണ്ട, എനിക്ക് വിവാഹം വേണ്ടെന്ന് പോലും ചില ചിന്തിച്ചു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം അതുപോലെ ക്രൂരമായ പെരുമാറ്റങ്ങളാണ് കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. ക്രൂരമായ പെരുമാറ്റങ്ങൾ. കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നു. മറിച്ച് ഭാര്യ കൊള്ളരുതാത്ത സ്വഭാവത്തോടുകൂടി പെരുമാറുന്നു, കോപിച്ചലറുന്നു, ഭർത്താവിനെ അനുസരിക്കുന്നില്ല, ഭർത്താവിന് കീഴ്പ്പെടുന്നില്ല. ആ കുടുംബം നരകമാണ്. ഈ നരകം കാണുമ്പോൾ അയ്യോ വേണ്ട, എനിക്ക് വേണ്ട, വിവാഹം വേണ്ട എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ചില ആളുകളുണ്ട്. ചിലെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്നാൽ വിവാഹപ്രായമാകുമ്പോൾ വിവാഹം കഴിക്കണ്ടേ? അതിന് പറ്റിയൊരു ഇണ കിട്ടണ്ടേ? ദുശ്ശീലങ്ങളില്ലാത്തൊരു ചെറുപ്പക്കാരനെ കിട്ടണ്ടേ? ദുശ്ശീലമില്ലാത്തൊരു സ്ത്രീയെ കിട്ടണ്ടേ? ദുസ്വഭാവമില്ലാത്ത ഒരാൾ കിട്ടണ്ടേ? അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് മദ്യപനായി അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനായി ഉള്ളൊരു മനുഷ്യനെ കിട്ടിയാൽ എന്ത് ചെയ്യും? നരകവേദന വർദ്ധിക്കുകയല്ലേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വിവാഹം വേണ്ടെന്നല്ല പറഞ്ഞത്, വിവാഹം നടക്കണം. എന്തു വേണം? യേശു ക്രിസ്തു ഹൃദയത്തിൽ വരണം. ജീവിതത്തിൻ്റെ നിയന്ത്രണം യേശുവിൻ്റെ കരങ്ങളിലാകണം. സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം വിട്ടുകൊടുക്കണം. അതാണ് ആദ്യം നടക്കേണ്ടത്. അതാണ് ഭദ്രമായ അടിസ്ഥാനം. ഈ അടിസ്ഥാനമില്ലാതെ നാം കർത്താവേ എൻ്റെ കടം മാറ്റി തരണമേ, എൻ്റെ രോഗം മാറ്റി തരണമേ, എൻ്റെ വിവാഹം നടത്തി തരണമേ, എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഫലപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ കയ്യിലായി നാം തീരണം. നാം ക്രിസ്തുവിൻ്റെ കയ്യിൽ, ക്രിസ്തുവിന് സ്വന്തമായി നാം തീരണം. ക്രിസ്തുവിന് തമ്മിൽ എന്തും പ്രവർത്തിക്കാമെന്നും വിട്ടുകൊടുക്കണം. കർത്താവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. സ്തോത്രം. എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. എന്തൊരു ഭാഗ്യമാണെന്നോ. കർത്താവിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, സമാധാനം, ഒരു വലിയ സംതൃപ്തിയാണത്. സ്തോത്രം. എല്ലാം യേശുവിനെ ഏൽപ്പിക്കുകയാണ്. കർത്താവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവ് തൊട്ട് നടത്തും. ഇന്ന കാര്യം നിനക്ക് തെറ്റുണ്ട്, കർത്താവ് കാണിച്ചു തരും. മോളെ ഇന്ന കാര്യത്തിൽ നിനക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, കർത്താവ് കാണിച്ചു തരും. അതപ്പോഴപ്പോൾ പറഞ്ഞാൽ കർത്താവ് ക്ഷമിച്ചു തരികയും ചെയ്യും. അങ്ങനെ ക്രിസ്തുവിനോട് ചേരാൻ നിങ്ങൾ ജീവിതത്തിൽ തീരുമാനമെടുക്കണം. ക്രിസ്തുവിന് വേണ്ടി ദാഹിക്കുക, ആത്മാവിന് വേണ്ടി ദാഹിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ഒരു മനോഹരമായ വാഗ്ദത്തമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി ഉള്ള വാഗ്ദത്തം. ലൂക്കോസിന് ശേഷം 11-ാം അധ്യായം എടുക്കാം. ലൂക്കോസ് 11-ാം അധ്യായം. അവിടെ ഈ ആത്മാവ് ലഭിക്കാൻ എന്താണ് വേണ്ടതെന്ന് കാണാം. ലൂക്കോസ് 11. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും? ആത്മാവ് കിട്ടാൻ 1 വിശ്വസിക്കുക, 2 ദാഹിക്കുക, 3 യാചിക്കുക. ഒന്ന് വായിക്കൂ. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും? യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. യാചിക്കണം. യാചന. ഒന്നും ഇല്ലാത്തവനാണ് യാചിക്കുന്നത്. ദാരിദ്ര്യമുള്ളവനാണ് യാചിക്കുന്നത്. എല്ലാം ഉണ്ടെന്ന് തോന്നുന്നവന് യാചിക്കില്ല. ദൈവത്തിന് സ്തോത്രം. പണ്ടൊക്കെ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ വിവാഹസദ്യ നടക്കുന്നു. വിവാഹസദ്യ അതൊന്നും ഇന്നത്തെ പോലെ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ ഒരു ഹാളിലോ ഒന്നും അല്ല നടത്തുന്നത്.
അന്ന് അവരുടെ വീടുകളിൽ തന്നെയാണ്. വീടുകളിൽ വിവാഹത്തിനുള്ള സദ്യ ആദ്യം വിരുന്നുകാർക്ക് കൊടുക്കും. വിരുന്നുകാർക്കാണ് ആദ്യം വിളമ്പുന്നത്. അത് കഴിഞ്ഞ് വിളിച്ചു വന്ന ആളുകൾക്ക്, സ്നേഹിതരെ, ബന്ധുക്കൾ എല്ലാവരും അവർക്ക് കൊടുക്കും. അപ്പോഴെല്ലാം അവിടെ ഞാനിന്ന് ഓർക്കുന്നു, അവിടെ റോഡിൻ്റെ ഒരു ഭാഗത്ത്, മെയിൻ റോഡിലല്ല, ഇങ്ങോട്ട് വീട്ടിലേക്ക് ഇറങ്ങുന്ന റോഡിൻ്റെ ഒരു ഭാഗത്ത് നിറയെ അവിടെ തണൽ മരമുണ്ട്. തണൽ മരത്തിൻ്റെ ചുവട്ടിൽ അന്ന് അവിടെയൊക്കെ മാവൊക്കെ ഉണ്ടായിരുന്നു. കുറേയേറെ ആളുകൾ വന്നിരിക്കും, പാവപ്പെട്ടവർ. ഇന്നങ്ങനെ പാവപ്പെട്ടവരില്ലെന്ന് തോന്നുന്നു. പാവപ്പെട്ടവർ, അവർക്ക് ഒരു നേരം നല്ല സുഭിക്ഷമായി നല്ല ആഹാരം കഴിക്കാനുള്ള ആർത്തി കൊണ്ടാണ് പാവങ്ങൾ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഉച്ച കഴിഞ്ഞു, 2 മണി കഴിഞ്ഞു, 3 മണിയായി. പക്ഷേ പുറത്തേക്ക് എടുക്കാറായോ എന്നാണ് നോക്കുന്നത്. ചില അകത്തുള്ളവരുടെ ഭക്ഷണമെല്ലാം കഴിഞ്ഞാണ് പുറത്തേക്ക് എടുക്കുന്നത്. പാവങ്ങൾ അവിടെ വന്നിരിക്കും. ഇപ്പോഴെൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, ഇടയ്ക്ക് ചില പിള്ളേർ വന്ന് എത്തി നോക്കും, എന്തായി എന്ന്. പന്തലിലേക്ക് എത്തി നോക്കും. ആവാത്തതുകൊണ്ട് പിന്നെയും പോയി അവിടെ ഇരിക്കും. ആശയറ്റരായിരിക്കും, ഇവന് എപ്പോഴാണ് ഇതൊക്കെ തരുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെയും വിരുന്നൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. വിളമ്പിയവരുടെ ഭക്ഷണം കഴിഞ്ഞു. ഇനി നമുക്ക് വിശ്രമിക്കാമെന്ന് പറയും. വിശ്രമിക്കാമെന്ന്. കാരണം തലേദിവസം രാത്രിയൊക്കെ നല്ല അധ്വാനിച്ചവരാണ്. വിശ്രമിച്ച് അപ്പോഴും ഈ പാവങ്ങൾ ഇടയ്ക്ക് എത്തി നോക്കും, അയോ എന്ന്, പുറത്തേക്ക് എടുക്കാറായോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇന്നും ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. എന്നിട്ട് ഒരു 3:30 4 ഓരോരുത്തർ ഉറക്കം തെളിഞ്ഞു. ഇനി പുറത്തേക്ക് എടുക്കാം. ആർത്തി കൊണ്ട് അവരെല്ലാവരും കൂടി വന്ന് ആ പന്തലിരിക്കുന്നു. അവർക്ക് ധാരാളമായി കൊടുക്കും. ചോറ് കൊടുക്കും, മറ്റ് ഇറച്ചി മീനും എല്ലാം ഉള്ള നല്ല സദ്യ കൊടുക്കും. ചിലർ ഭക്ഷണം കഴിക്കുക മാത്രമല്ല, വീട്ടിൽ കൊണ്ടുപോകാനും കൂടി വാങ്ങിക്കും, അതും കൊടുക്കും. ആർത്തി കൊണ്ട് ജനം. അവർക്ക് ലജ്ജയില്ല, അവർക്ക് നാണമില്ല. ഇങ്ങനെ വാങ്ങുന്ന മോശമല്ല എന്നുള്ള ചിന്തയില്ല. കാരണം അവർ ദരിദ്രരാണ്. അവർക്ക് വേണം, നല്ല ആഹാരം വേണം. സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഈ ദാഹം വേണം നമുക്ക്, ഇത് വേണം, ഈ ദാഹം. കർത്താവേ, എന്നോട് നീ മനസ്സലിയണം. എനിക്ക് നിൻ്റെ ആത്മാവിനെ വേണം. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം എനിക്ക് അനുഭവമാക്കി തരണം. ദാഹത്തോടുകൂടി, ദാരിദ്ര്യത്തോടുകൂടി, യാചനയോടെ ചെല്ലണം, യാചിക്കണം, പരിശുദ്ധാത്മാവിനോട് യാചിക്കണം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന നിത്യനായ ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമ്മൾ തന്നെ പരിഗണിച്ചു കൊടുക്കണം. വിധവ, അവൾ മറ്റുള്ളവരിൽ നിന്ന് പീഡയേൽക്കുന്നു. ലൂക്കോസിൻ്റെ ശേഷം 18-ാമത്തെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ കാണാം, മറ്റുള്ളവരിൽ നിന്ന് പീഡയേൽക്കുന്നു. അവൾക്ക് ന്യായം പാലിച്ച് കിട്ടണം. പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് ന്യായം പാലിച്ച് തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആദ്യമൊന്നും ന്യായാധിപൻ ശ്രദ്ധിക്കുന്നില്ല, ജഡ്ജി അതൊന്നും നോക്കുന്നില്ല. ഇവൾ നിരന്തരം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് ന്യായം പാലിച്ച് തരണമേ എന്ന്. വായിക്കും. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് രൂപമ പറഞ്ഞത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന, രാവും പകലും തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ദീർഘക്ഷമയുള്ളവനായാലും എന്നാണ് മലയാള വേദപുസ്തകത്തിൽ. ദീർഘക്ഷമയുള്ളവനാകിയാൽ ദൈവമോ രാവും പകലും തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകിയാൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? പ്രിയപ്പെട്ടവരെ കേൾക്കുക, ദൈവം പ്രതിക്രിയ നടത്തി രക്ഷിക്കും. പ്രതിക്രിയ, പൈശാചിനോടുള്ള പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ശത്രുക്കളോടുള്ള പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ദൈവം രാപ്പകൽ വിളിക്കണം. എന്തിന്? ആത്മാവിന് വേണ്ടി യാചിക്കണം. കർത്താവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. കർത്താവേ, എനിക്ക് കാര്യത്തിൽ കൃപ തരണമേ. യാചിക്കുകയാണ്, യാചിച്ചുകൊണ്ടേയിരിക്കുകയാണ്, മുട്ടിപ്പായി യാചിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കൂ, ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കും. എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വരാൻ ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കും. 123-ാം സങ്കീർത്തനം,
സ്വർഗ്ഗത്തിൽ വസിക്കുന്ന ഇളവേ, ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്കും ദാസികളുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്കും എന്ന പോലെ യഹോവേ, നീ എന്നോട് കൃപ ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. കൃപ ചെയ്യുവോളം മടുപ്പ് പ്രാർത്ഥിക്കുകയാണ്. കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാനാണ് വന്നത്. ആരെയും കാണാനല്ല നിങ്ങൾ വന്നത്, ആരുടെയും പ്രസംഗം കേൾക്കാനല്ല വന്നത്. ജീവനുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാനാണ് നിങ്ങൾ വന്നത്. നിങ്ങൾക്ക് ഇതിൽ അനുഭവം കിട്ടാനാണ് നിങ്ങൾ വന്നത്. എന്നാൽ തരാമെന്നാണ് കർത്താവ് പറയുന്നത്. രാപ്പകൽ നിലവിളിച്ചുകൊള്ളൂ, മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊള്ളൂ, കരഞ്ഞുകൊള്ളൂ. കർത്താവേ, നീ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം പൂജ്യമാണ്. കർത്താവേ, ഞാൻ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ജീവിതം പൂജ്യമാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എനിക്ക് ജോലി ഉണ്ടെങ്കിലും വരുമാനം ഉണ്ടെങ്കിലും എല്ലാം പൂജ്യമാണ്. കർത്താവേ, എല്ലാം എന്നെ വിട്ട് പറന്നു പോകാൻ അതിൽ നേരമൊന്നും വേണ്ട. കണ്ണിമിക്കുന്നതിനിടയിലെല്ലാം വിട്ടുപോകാം. എന്നാലോ കർത്താവേ, എൻ്റെ ദൈവമേ, നീ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നിനും ഭയമില്ല. സ്തോത്രം. യേശുനാഥ, നീ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ പൈശാചികൻ്റെ വിക്രികളൊന്നും ഫലപ്പെടുകയില്ല. ഞാൻ പൈശാചികൻ്റെ പിടിയാളായി മാറുകയില്ല, അവൻ്റെ അടിമയായി തീരുകയില്ല. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. ആത്മാവിന് വേണ്ടിയുള്ളതായ ദാഹം. ദൈവമോ രാപ്പകൽ നിന്നോട് നിലവിളിക്കുന്നതിൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവരാകയാൽ അവരെ പ്രതികരണത്തിൽ രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതികരണത്തെ രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ഇവിടെ നാം കണ്ടത് എന്താണ് കണ്ടത്? നിങ്ങളിലൊരാൾ മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇല്ലല്ലോ. ദോഷികളായി നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. യാചിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. യാചിക്കണം, യാചിച്ചു വാങ്ങണം. കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് നിങ്ങൾ പറയണം, കർത്താവേ, എനിക്ക് നിൻ്റെ പരിശുദ്ധാത്മാവിനെ തരണം. എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഊതണം. പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഒന്ന് വീശണം. പരിശുദ്ധാത്മാവിൻ്റെ തീ എന്നെ തൊടണം. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ തീക്കട്ടൻ ആവിമേൽ തൊടണം. പരിശുദ്ധാത്മാവിൻ്റെ തീജ്വാല എൻ്റെ ഹൃദയത്തിൽ പകരണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ ഒഴുകണം. കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ തിന്മകളും മാറിപ്പോകണം, കത്തിപ്പോകണം. പരിശുദ്ധാത്മാവിൻ്റെ തീയിൽ എൻ്റെ ദുസ്വഭാവങ്ങൾ കത്തിപ്പോകണം. എൻ്റെ കോപാവേശം കത്തിപ്പോകണം. എൻ്റെ നിരാശ കത്തിപ്പോകണം. നിരാശ എത്ര ഞാൻ ശ്രമിച്ചിട്ടും നിരാശ മാറുന്നില്ല. ഒരു പോംവഴി കാണുന്നില്ല, പരിഹാരം കാണുന്നില്ല, പ്രശ്നം മാറുന്നില്ല. കർത്താവേ, എനിക്ക് എൻ്റെ നിരാശ മാറ്റിത്തരണം. നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകത്തൊരു മനുഷ്യൻ എന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല. കർത്താവേ, ലോകത്തിലെ വലിയ ആത്മീയമായി താല്പര്യമുള്ളവരും ആത്മീയമായി വീര്യമുള്ളവരുമായ ദൈവമക്കൾക്കും എന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല. ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവമക്കൾക്കും എന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല. എന്നെ സഹായിക്കാൻ യേശുവേ നീ മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ പകരണമേ. എൻ്റെ ഉള്ളത്തിലേക്ക് ഒഴുകി വരണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നീ ആവസിക്കണമേ. എൻ്റെ ബന്ധനങ്ങളിൽ അഴിച്ചു കളയണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ബന്ധനങ്ങൾ മാറ്റി എനിക്ക് സമാധാനം തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് ലഭിക്കും. പരിശുദ്ധാത്മാവിൽ ലഭിക്കുമ്പോൾ അത്യന്തം ആഹ്ലാദകരമായ അനുഭവം ലഭിക്കുന്നത്, സമാധാനം ലഭിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ലഭിക്കാൻ യാചിക്കണം. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ ദിവ്യ സാന്നിധ്യം തന്നതിനായി സ്തോത്രം. മാലാഖമാർ കൂട്ടത്തോട് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ചുറ്റും നിൽക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ കാവൽ ചെയ്യുവാൻ മാലാഖമാർ കാത്തു നിൽക്കുന്നതിനായി സ്തോത്രം. ദുരാത്മാക്കളെ എല്ലാം അകറ്റിയതിനായി സ്തോത്രം. ശാപങ്ങളും ശാപത്തിൻ്റെ ബന്ധങ്ങൾ അഴിച്ചതിനായി സ്തോത്രം. രോഗങ്ങളും രോഗത്തിൻ്റെ ബാധകളും മാറ്റിയതിനായി സ്തോത്രം. നൈരാശ്യവും ക്രോധവും മാറ്റിയതിനായി സ്തോത്രം. അടഞ്ഞ ഗർഭപാത്രങ്ങൾ തുറന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നന്മയ്ക്ക് അടയാളം തന്ന് എഴുന്നേൽപ്പിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതനാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.